CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ആയിഷ പോറ്റി. തുടർഭരണത്തിൽ LDF-ന് അഹങ്കാരമാണ്. CPIM കമ്മിറ്റികളിൽ തനിക്കെതിരെ അധിക്ഷേപമുയർത്താൻ ക്ലാസ് കൊടുക്കുന്നു. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് മന്ത്രി KN ബാലഗോപാൽ തട്ടിയെടുക്കുന്നുവെന്നും ആയിഷ പോറ്റി പറഞ്ഞു. ഒരാൾ പുറത്തുപോയാൽ വർഗവഞ്ചകനും അകത്തു വന്നാൽ നല്ലത് അതാണ് സമീപനമെന്നും ആയിഷ പോറ്റി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം ബാലരാമപുരത്ത് വൻ ആയുധശേഖരം പിടികൂടി. പുത്രക്കാട് വാട്ടർ ടാങ്കിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ആയുധങ്ങൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് ആയുധശേഖരം കണ്ടെത്തിയത്. ആയുധങ്ങൾ ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പായ കൊണ്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയ ചാക്കുകെട്ടുകളിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. 6 വാൾ, 2 മഴു, വെട്ടുകത്തികൾ, ഇരുമ്പ് ദണ്ട്, നാടൻ ബോംബുകൾ എന്നിവയാണ് കണ്ടെത്തിയത്. അടൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുൻ ബാങ്ക് പ്രസിഡന്റ് പൊൻ താമരപിള്ള. മുൻ അടൂർ MLA-യും CPM മുൻ സംസ്ഥാന സമിതി അംഗവുമായിരുന്ന R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് പൊൻ താമരപിള്ള. അഴിമതിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ബാങ്കിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ടാണ് പൊൻ താമരപിള്ള നിലപാട് കടുപ്പിച്ചത്. കായിക താരങ്ങളുടെ മരണം. അപകടത്തിൽപ്പെട്ട കാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തീപിടിച്ച് കത്തിയമർന്നു. കഴിഞ്ഞ ദിവസം കായിക താരങ്ങൾ മരണപ്പെട്ട അപകടത്തിന് പിന്നാലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റിയിട്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. പോലീസുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെ ഫയർഫോഴ്സ് തീകെടുത്തി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പിരപ്പൻകോട് വെച്ചായിരുന്നു അപകടം. സമ്മർ ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡ്. 10 കോടി ഒന്നാം സമ്മാന തുകയുള്ള കേരള സംസ്ഥാന ലോട്ടറിയുടെ സമ്മർ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ്. 41,73,410 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ആകെ അടിച്ചത് 42 ലക്ഷം ടിക്കറ്റുകളായിരുന്നു. സമ്മർ ബമ്പറിന്റെ ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡാണിത്. കഴിഞ്ഞ വർഷം 36 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കുകയായിരുന്നു. 1 കോടിയാണ് രണ്ടാം സമ്മാനം. ഒന്നാം സമ്മാനത്തിന് പുറമെ 1 ലക്ഷം രൂപയുടെ 5 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ടാകും.